എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. മാത്രമല്ല കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ ആനുവൽ എക്സാമിന് തീർച്ചയായും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഈ ക്ലാസ് കാണുന്ന എല്ലാ മക്കളും ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാമല്ലോ നമുക്ക്. ഒബ്സർവ് ദ സിറ്റുവേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? സന്ദർഭം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ഇവിടെ കാണിച്ചിട്ടുള്ളത്? പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുറച്ച് വേസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? കത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡ് അല്ലെ ആക്ടിവിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ എക്സാമിന് ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു കുട്ടി ആരും ആയിക്കോട്ടെ എന്താ ചെയ്യുക? പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുറച്ച് വേസ്റ്റ് ഒക്കെ കൂട്ടി കത്തിക്കുന്ന ഒരു ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് തരും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം നോക്കാലോ. വാട്ട് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് റിലീസ്ഡ് വൈൽ ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്? അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേസ്റ്റ് കത്തിക്കുന്ന സമയത്ത് പുറന്തള്ളപ്പെടുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതാ മലയാളത്തിലും മിസ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാട്ടോ. മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെ രാസവസ്തുക്കളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് മക്കളെ? കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, പിന്നെന്താ ഡയോക്സിൻ അല്ലെ, പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, ഇതൊക്കെയാണ് പുറന്തള്ളപ്പെടുന്ന രാസവസ്തുക്കൾ. ഓക്കെ, കെമിക്കൽ സബ്സ്റ്റൻസസ്. അപ്പൊ നോക്കിയേ, ദാ ആൻസർ കൊടുത്തിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഡയോക്സിൻസ്, പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാലോ. വാട്ട് ആർ ദി ഡേഞ്ചേഴ്സ് ഓഫ് ഇൻഹെയിലിംഗ് കാർബൺ മോണോക്സൈഡ്? അപ്പൊ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്ന കുറച്ച് അപകടങ്ങൾ. ഓക്കെ, എന്തൊക്കെ അപകടങ്ങളാണ്, നമുക്ക് ദൂഷ്യഫലങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്, അതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് നൈട്രജൻ ഡയോക്സൈഡ് ചോദിക്കാം, ഇല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ചോദിക്കാം, ഇല്ലെങ്കിൽ ഡയോക്സിൻ ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ കാർബൺ മോണോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണേ. അപ്പോൾ നോക്കുക, ദാ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ എന്തൊക്കെയാണ് അപകടങ്ങൾ? നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അപകടങ്ങൾ എന്തൊക്കെയാണ് നോക്കി. എന്താണ്? ഇവനെ സ്മോൾ എമൗണ്ട് റീച്ചസ് ദ ബോഡി പ്രോബ്ലംസ് ലൈക്ക് headache, fatigue, blood vision, memory loss occurs. Inhalation of large quantity of carbon monoxide leads to death. അല്ലെ, നമ്മൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിന് വരെ കാരണമാകുക അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിൽ എത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു അല്ലെ, ഭയങ്കര ഡേഞ്ചർ ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എയർ പൊല്യൂട്ടന്റ് ഈസ് released the most from the burning waste? അല്ലെ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ കൂടുതലായിട്ടും പുറന്തള്ളപ്പെടുന്ന അല്ലെ എയർ പൊല്യൂഷന്, വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ്? അതാണ് അടുത്ത ചോദ്യം. അത് എന്ത് തന്നെയാണ് മക്കളെ? അത് കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കൂടുതലായിട്ട് പുറന്തള്ളപ്പെടുന്നത് കാർബൺ മോണോക്സൈഡ് തന്നെയാണ്. അപ്പോൾ നോക്കുക, മാലിന്യങ്ങൾ കത്തിക്കുന്നതിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് പുറത്തു വരുന്ന വായു മലിനീകരണ ഘടകം ഏതാണ്? അതെന്താണ്? അത് കാർബൺ മോണോക്സൈഡ് ആണ്. CO എന്ന് എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് CO എന്ന് എഴുതി കൊടുത്താൽ മതി, മാർക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് പറയാം. കാർബൺ മോണോക്സൈഡ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. What is the international problem caused by burning waste? അല്ലെ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തർദേശീയ പ്രശ്നം എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് മക്കളെ? അത് ഗ്ലോബൽ വാർമിംഗ് ആണ് കേട്ടോ. ഗ്ലോബൽ വാർമിംഗ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്ലോബൽ വാർമിംഗ് അതായത് ആഗോള താപനം എന്ന് പറഞ്ഞ ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്ക്, ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക, ആഗോള താപനം. ആഗോള താപനം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാല്ലേ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം. 2 സിറ്റുവേഷൻസ് ആർ ഗിവൺ ബിലോ. 2 സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഓക്കെ, 2 വെഹിക്കിൾ ആണ് ഇത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് വെഹിക്കിൾ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് എയർ പൊല്യൂഷൻ? താഴെ പറയുന്നവയിൽ ഏത് വാഹനമാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നത്? ഓക്കെ, താഴെ പറയുന്നവയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടെ. മുകളിലാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു തെറ്റ്. മുകളിൽ പറയുന്നവയിൽ ഏത് വാഹനമാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നത്? ഏതാണ്? നമുക്കിത് എ എന്ന് കൊടുക്കാം, ഇതെങ്ങനെ കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം. എ ആണോ ബി ആണോ വായു മലിനീകരണം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അത് എ അല്ലേ? യെസ്, എ ആണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ടൈപ്പ് വെഹിക്കിള് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. ഇതാണ് യെസ്, ഇലക്ട്രിക് വെഹിക്കിൾ ആണ് അല്ലേ? ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. പൊല്യൂഷൻ കുറവായിരിക്കും. പക്ഷെ ഇതെന്താണ്, നമ്മളെ പെട്രോളൊക്കെ യൂസ് ചെയ്തിട്ട് ഓടിക്കുന്ന വാഹനമാണ്. അതൊക്കെ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്തത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദിസ് വെഹിക്കിൾ? ഓക്കെ, ഈ എ എന്ന് പറയുന്ന വെഹിക്കിള് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നോക്കാലോ, അതിന് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അല്ലെ. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഡു നോട്ട് എമിറ്റ് കാർബൺ ഓർ സ്മോക്ക് ലൈക്ക് പെട്രോൾ ഡീസൽ വെഹിക്കിൾസ്. എന്താ പറഞ്ഞത്? പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല അല്ലെ. അവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ നോക്കുക. ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ എ സൊല്യൂഷൻ ഫോർ എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ വെഹിക്കിൾസ്. വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെ. അപ്പോൾ ഈ 2 അഡ്വാൻറ്റേജ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What methods do you know to purify drinking water if it is contaminated with the impurities? List them out. എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാം? ലിസ്റ്റ് ചെയ്യൂ. ഏതൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക് അറിയാം മക്കളെ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് അല്ലെ. ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് അതിൻ്റെ പേരൊക്കെ ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ എക്സാമിന് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? യെസ്, സിഫ്റ്റിംഗ്, ബോയിലിംഗ്, സെഡിമെന്റേഷൻ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് യെസ് പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്താണ്? തിളപ്പിക്കൽ, അരിക്കൽ, അടിയിക്കൽ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുമായി മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.